ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون أياما معدودات فمن كان منكم مريضا أو على سفر فعدة من أيام أخر وعلى الذين يطيقونه فدية طعام مسكين فمن تطوع خيرا فهو خير له وأن تصوموا خير لكم إن كنتم تعلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും രഹസ്യമേഖലയിലും പരസ്യമേഖലയിലും പ്രപഞ്ച സൃഷ്ടാവും നിയന്താവും നമ്മെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവനുമായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, നോമ്പ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ കാത്തുനിൽക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ വേണ്ടി ഒരുപാട് നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അയ്യാമൻ മഅദൂദ, എണ്ണപ്പെട്ട ദിനങ്ങൾ നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി നമ്മോട് കൽപ്പിച്ചിരിക്കുകയാണ്. പൂർവികരായിട്ടുള്ള സമുദായങ്ങൾക്കെല്ലാവർക്കും നിർബന്ധമാക്കിയതുപോലെയാണ് ഈ നോമ്പ് നമ്മെ സംസ്കരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയിരിക്കുന്നത്. ആ നോമ്പ് ഇൻഷാ അല്ലാഹ് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ തുടങ്ങുകയാണ്. ഈ നോമ്പ് തുടങ്ങുന്ന ഘട്ടത്തിൽ ഒരു മാസക്കാലം വ്രതമനുഷ്ഠിക്കുന്നതിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് ലക്ഷ്യമാക്കിയിരിക്കുന്നത് എന്ന് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. കാരണം ഹജ്ജിന് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ചുകൊണ്ടാണ് ആ വിശുദ്ധമായ കർമ്മത്തിന് ആ വ്യക്തി പോവാറുള്ളത്. കാരണം പണം ചിലവാക്കിക്കൊണ്ടാണ് മക്കയിലേക്ക്, ഹറമിലേക്ക് ഹജ്ജിന് പുറപ്പെടുന്നത്.
അതുകൊണ്ട് അതിന്റെ നിയമങ്ങൾ പഠനങ്ങൾ നടത്താതെ പോയിട്ടുണ്ടെങ്കിൽ അതൊരു നഷ്ടക്കച്ചവടാവും എന്ന് നമുക്കറിയാം. എന്നാൽ നോമ്പ് എനിക്കുള്ളതാണ്, അതിനുള്ള പ്രതിഫലം നൽകുന്നത് ഞാനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഖുദ്സിയായ ഹദീസിൽ കൂടി പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക നോമ്പ് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് നോമ്പ്, അതിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്, അതിൽ കൂടി ഉണ്ടാവേണ്ട നേട്ടങ്ങൾ എന്താണ്, അത് പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളാനും കൈവരിക്കാനും നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ പട്ടിണി കിടക്കുന്നത് കൊണ്ട് നമുക്ക് നേട്ടമുണ്ടാവാൻ പറ്റുള്ളൂ. അല്ലാതെ കുറെ ആളുകൾ നോമ്പ് നോൽക്കുന്നുണ്ട്, അവരുടെ നോമ്പ് അല്ലാഹുവിന് വേണ്ട എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ അഭിസംബോധനം ചെയ്ത് സൂറത്തുൽ ബഖറ 183, 184 വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്താണ് പഠിപ്പിക്കുന്നത്? വിശ്വസിച്ച ആളുകളെ കുത്തിബ അലൈക്കുമുസ് സിയാം, നിങ്ങളുടെ മേൽ നോമ്പ് വ്രതം നിർബന്ധമാക്കിയിരിക്കുന്നു. കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുമ്പുള്ള പൂർവ വിശ്വാസികൾക്കും അല്ലാഹു നിർബന്ധമാക്കിയതുപോലെ, ജനതയ്ക്ക് നിർബന്ധമാക്കിയതുപോലെ. എന്തിനു വേണ്ടിയിട്ടാണ് സഹോദരങ്ങളെ നോമ്പ്? നമ്മൾ പലാവർത്തി കേട്ട കാര്യമാണ് ലഅല്ലക്കും തത്തഖൂൻ, സൂക്ഷ്മത പാലിക്കാൻ വേണ്ടി, ദോഷബാധയെ സൂക്ഷിക്കാൻ വേണ്ടി. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടി നിരന്തരം ഓടുകയാണ്. ആ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി റിപ്പയർ ചെയ്യാൻ വേണ്ടി 10-15 ദിവസം വർക്ക് ഷോപ്പിൽ കയറ്റാറുണ്ട്. അത് നമുക്കൊക്കെ അറിയാം. മെയിന്റനൻസ് വർക്ക് എടുക്കാറുണ്ട്. അത് കഴിഞ്ഞ് പൂർത്തീകരിച്ച് തിരിച്ചു വരുമ്പോ ആ വണ്ടി എന്തായിരിക്കും? സൂപ്പറായിരിക്കും. അതിന്റെ പെർഫോമൻസ് അത് നന്നായിട്ട് ഓട്ടാൻ പറ്റും. അതോടുമ്പോ നമുക്ക് തന്നെ ഒരു റാഹത്തുണ്ടാവും, സംതൃപ്തി ഉണ്ടാവും. മനുഷ്യൻ ഭൗതിക ലോകത്ത് നിരന്തരം ഓടുകയാണ്, അധ്വാനിക്കുകയാണ്. ഈ ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ദിക്റിലേക്ക് തിരിച്ചു വരണം. സ്വയം അവൻ ആത്മീയ നിർവൃതിയിലേക്ക് തിരിച്ചു വരണം. എന്തിനു വേണ്ടിയിട്ടാണ് എന്നെയും നിങ്ങളെയും അല്ലാഹു സൃഷ്ടിച്ചത് എന്ന് നമ്മൾ സ്വയം തിരിച്ചറിയണം. ലക്ഷ്യബോധം നമുക്ക് വേണം. ആ ലക്ഷ്യബോധം ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ജീവിതം ധന്യമാക്കാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എന്ത് എന്ന് പഠിക്കാൻ വേണ്ടി, പഠിപ്പിക്കാൻ വേണ്ടി, ആലോചിക്കാൻ വേണ്ടി, അതിനാണ് നോമ്പ്. അയ്യാമൻ മഅദൂദ, എണ്ണപ്പെട്ട ദിനങ്ങൾ. നമ്മൾ വിചാരിക്കേണ്ട അത് ഒരുപാട് ദിവസമൊന്നുമില്ല, കുറച്ച് ദിവസമേ ഉള്ളൂ. എണ്ണപ്പെട്ട ദിനങ്ങൾ. 4 എക്സ്ക്യൂസുള്ള, നോമ്പ് നോൽക്കേണ്ടതില്ല, തൽക്കാലം നോമ്പ് നോൽക്കേണ്ടതില്ല എന്നുള്ള റുഖ്സത്തുള്ള, ഇളവുള്ള ഒരു വിഭാഗമുണ്ട്. ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫർ, രോഗിയാവുക അല്ലെങ്കിൽ യാത്രക്കാരനാവുക, ദീർഘയാത്രയിലാവുക അല്ലെങ്കിൽ രോഗം ബാധിക്കാം, ഇവർ നോമ്പ് നോൽക്കേണ്ടതില്ല. അവരെന്ത് ചെയ്യണം? ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, മറ്റ് ദിനങ്ങളിൽ നോമ്പ് നോറ്റി വീട്ടേണ്ടതുണ്ട്. നോമ്പ് നോറ്റി വീട്ടുക എന്നുള്ളത് നിർബന്ധം. എന്നാൽ നോമ്പ് നോൽക്കാൻ പിന്നെ തീരെ സാധിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം വഅലല്ലദീന യുതീഖൂനഹു ഫിദിയ തആമു മിസ്കീൻ, രോഗിയാവുകയോ യാത്രയിലാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റു ദിവസങ്ങളിൽ അത്രയും എണ്ണ നോമ്പെടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞെരുങ്ങിക്കൊണ്ട് മാത്രം നോമ്പിന് സാധിക്കുന്ന ആളുകൾ, അതിന് പകരം ഒരു പാവപ്പെട്ടവനുള്ള ഭക്ഷണം, ഒരു ദിവസത്തെ നോമ്പ് അതിന് പ്രായശ്ചിത്തമായിട്ട് ഭക്ഷണം പാവപ്പെട്ട ആൾക്ക് നൽകണം. ആരാണവര്? ദുർബലരായ ആളുകൾ, നിത്യരോഗികൾ, വയോധികർ തുടങ്ങിയവരാണ് ഈ വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് മുഫസ്സിറുകൾ പറയുന്നു. വഅൻ തസൂമു ഖൈറുൻ ലക്കും ഇൻ കുൻതും തഅലമൂൻ, ഏറ്റവും അഭികാമ്യം, നിങ്ങൾ ഗ്രഹിക്കുന്നവരാണെങ്കിൽ ഏറ്റവും നല്ലത് നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത്. ഇപ്പൊ സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ ജീവിക്കാൻ അവസരം നൽകി എന്നുള്ളതിന് നമ്മൾ ശുക്ർ ചെയ്യുക. അൽഹംദുലില്ലാഹ്,
അൽഹംദുലില്ലാ, സർവസ്തുതിയും അല്ലാഹുവിനുള്ളതാണ്. റമളാനിൽ ജീവിക്കാനുള്ള അവസരം, ഒരായുസ്സിൽ ഒരാൾക്ക് റമളാൻ കിട്ടി എന്ന് പറഞ്ഞാൽ പുണ്യങ്ങളുടെ പൂക്കാലത്ത് ജീവിക്കാൻ അവസരം കിട്ടി എന്നുള്ളതാണ്. അതിന് അല്ലാഹുക്ക് ശുക്രിയ. അതാണ് ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത്. മനസ്സ് നന്നാക്കുക, നീയത്ത് നന്നാക്കുക, ഹൃദയങ്ങളിൽ വിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള സുവർണാവസരമാണ് സഹോദരങ്ങളെ റമളാൻ നമുക്ക് നൽകുന്നത്. അള്ളാനെ സൂക്ഷിച്ച് ജീവിക്കുന്നത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. ആ സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ള ട്രെയിനിങ് പീരീഡ്, പരിശീലന കളരിയാണ് ഒരു മാസം. ഈ ഒരു മാസം വേറെ എല്ലാ ഏർപ്പാടും നിർത്തിവെച്ചിട്ട് നമ്മൾ നോമ്പിലേക്ക് വരണം. ഒരുപാട് വർക്കത്തുകൾ ഈ മാസത്തിന്റെ പ്രത്യേകതയായിട്ടുണ്ട്. ഇത് ഞാൻ പറയല്ല, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുകയാണ്. ഇദാ ദഖല റമളാൻ ഫുതിഹത് അബ്വാബുസ് സമാ വഗുല്ലിഖത് അബ്വാബു ജഹന്നം വസുൽസിലത്തുശ് ശയാതീൻ. ബുഖാരി ഉദ്ധരിക്കുകയാണ്. റമളാൻ മാസം ആഗതമായാൽ ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. വഗുല്ലിഖത് അബ്വാബു ജഹന്നം, നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടും. വസുൽസിലത്തുശ് ശയാതീൻ, പിശാചുക്കൾ ബന്ധനസ്ഥരാകും, ചങ്ങലകളിൽ ബന്ധിതരാകും. മൻ കാന മിൻ അഹ്ലി സിയാം ദുഇയ മിൻ ബാബി റയ്യാൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, റമളാനിന്റെ ആളുകൾ അവർ വിളിക്കപ്പെടുന്നത് റയ്യാൻ എന്ന കവാടത്തിൽ കൂടിയാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ. ഇപ്പൊ നോമ്പുകാർക്ക് മാത്രം അനുവദിക്കപ്പെടുന്ന ഒരു പ്രത്യേക കവാടമാണ് റയ്യാൻ എന്ന സ്വർഗത്തിലെ കവാടം. അതിൽ കൂടി സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഫമൻ കാന മിൻ അഹ്ലി സ്വലാഹ് ദുഇയ മിൻ ബാബി സ്വലാഹ്. നിസ്കാരത്തിന്റെ ആളുകളെ വിളിക്കപ്പെടാൻ നിസ്കാരത്തിന്റെ പ്രവേശന കവാടത്തിൽ കൂടിയാണ്. വമൻ കാന മിൻ അഹ്ലി ജിഹാദ്, ജിഹാദിന്റെ ആളുകളെ വിളിക്കപ്പെടുക ജിഹാദിന്റെ ബാബിൽ കൂടിയാണ്. സദഖയുടെ ആളുകളെ വിളിക്കപ്പെടുക സദഖയുടെ വാതിലിൽ കൂടിയാണ്. ഇന്ന ഫിൽ ജന്നതി ബാബൻ യുഖാലു ലഹു അർ-റയ്യാൻ. തീർച്ചയായും സ്വർഗത്തിൽ ഒരു കവാടമുണ്ട്, അതിന്റെ പേര് റയ്യാൻ എന്നാണ്. യദ്ഖുലു മിൻഹു സ്വാഇമൂൻ യൗമൽ ഖിയാമ. പരലോകത്ത് ഖിയാമത്ത് നാളിൽ സ്വാഇമീങ്ങളാണ്, നോമ്പനുഷ്ഠിക്കുന്ന ആളുകളാണ് ആ കവാടത്തിൽ കൂടി പ്രവേശിക്കുക. ലാ യദ്ഖുലു മിൻഹു അഹദൻ ഗൈറുഹും. ആ ബാബിൽ കൂടി നോമ്പ് നോൽക്കാത്ത ആളുകൾ ഒരിക്കലും പ്രവേശിക്കൂല. നോമ്പ് നോറ്റവർ മാത്രമാണ്. യുഖാലു അയ്ന സ്വാഇമൂൻ. വിളിക്കപ്പെടും, ചോദിക്കപ്പെടും, എവിടെ എന്റെ നോമ്പുകാർ? ഫയഖൂമൂൻ ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറുഹും ഫഇദാ ദഖലൂ ഉഗ്ലിക ഫലം യദ്ഖുൽ മിൻഹു അഹദ്. ആ നോമ്പ് അനുഷ്ഠിച്ച ആളുകൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ കവാടം അടക്കപ്പെടും. ഇതൊന്നും നമ്മുടെ ഭാവന പോലും നമുക്ക് കണ്ടെത്താൻ പറ്റാത്ത കാര്യങ്ങളാണ്. കാരണം ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത സുഖാനുഭൂതികളുടെ സ്വർഗം. അസ്സിയാമു ജിന്ന. സിയാം എന്ന് പറയുന്നത് നോമ്പ് എന്നുള്ളത് ഒരു പരിചയമാണ്. ഫലാ യർഫുദ് വലാ യജ്ഹൽ ഇന്നി സ്വാഇം. കലഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളോടുള്ള അപേക്ഷയാണ്. കലഹത്തിന് വിട, ചീത്ത പറയുന്നത് വിട. ചീത്ത പറയാൻ പാടില്ല, കലഹിക്കാൻ പാടില്ല. അവരോട് പറയേണ്ടത് നമ്മോട് ശണ്ട കൂടാൻ വേണ്ടി, കലഹിക്കാൻ വേണ്ടി, പ്രശ്നമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആര് വന്നാലും പറയണം, ഇന്നീ സ്വാഇമുൻ, ഞാൻ നോമ്പുകാരനാണ്. ഇദാ റഅയ്തുമുൽ ഹിലാൽ ഫസൂമു വഇദാ റഅയ്തും ഫഫ്തിറു ഫഇൻ ഗുമ്മ അലൈക്കും ഫഖ്തിറു ലഹു. നോമ്പിന് മാസം കാണണം, ഹിലാല് പ്രത്യക്ഷപ്പെടണം. ഹിലാല് പ്രത്യക്ഷപ്പെട്ടാൽ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കാൻ തുടങ്ങുക. കുല്ലു അമല ആദമുൻ ലഹു ഇല്ല സിയാം. കുല്ലു അമൽ ആദമുൻ, അതായത് ആദമ് ചെയ്യുന്ന, ആദമിന്റെ സന്തതികൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അവർക്കുള്ളതാണ്. ഇല്ല സിയാം, നോമ്പ് ഒഴിച്ച്. ഫഇന്നഹു ലീ, അതെനിക്കുള്ളതാണ്. വ അന അജ്സി ബി, അതിന് പ്രതിഫലം നൽകുന്നത് ഞാനാണ്. വസ്സിയാമു ജുന്ന, ഹദീസ് കാണാം. സിയാം എന്നുള്ളത്, നോമ്പ് എന്ന് പറഞ്ഞ ഒരു പരിചയമാണ്. മൻ ല യദഉ ഖൗല അസ്സൂർ വൽ അമൽ ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഉ തആമഹു വശറാബഹു. നേരത്തെ ഞാൻ പറഞ്ഞ അതേ ആശയം ബോധിപ്പിക്കുന്ന ഒരു ഹദീസാണ്. ഒരാള് വേണ്ടാത്ത സംസാരം,
മോശപ്പെട്ട സംസാരം, മോശപ്പെട്ട പ്രവർത്തനം നിർത്തുന്നില്ലെങ്കിൽ ഫലൈസ ലില്ലാഹി ഹജ്ജ, അള്ളാഹ്ക്ക് ഒരാവശ്യവുമില്ല ഫി അൻ യദഅ തആമഹു വശറാബഹു, അദ്ദേഹം അവന്റെ ഭക്ഷണവും പാനീയവും ഉപേക്ഷിച്ചു എന്നുള്ളത്. അപ്പൊ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നോമ്പ് നോൽക്കുന്ന ആളുകൾ ഭക്ഷണവും പാനീയവും ഉപേക്ഷിച്ചാൽ പോരാ, അവന്റെ നാവ് കൺട്രോൾ ചെയ്യണം. നാവ് കൺട്രോൾ ചെയ്യണം. മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി വമൻ സാമ റമളാൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. നമ്മൾ പലവട്ടം കേട്ട ഹദീസാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ലൈലത്തുൽ ഖദ്ർ എന്ന വിശുദ്ധമായ ഒരു രാത്രി, റമളാനിന്റെ അവസാന നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാരുണ്യമായി നൽകുന്നുണ്ട്. അത് നമ്മൾ പ്രതീക്ഷിക്കണം. ആ രാത്രിയിൽ അമൽ ചെയ്യുന്ന ഒരാള് 1000 വർഷങ്ങൾ 1000 മാസങ്ങൾ അമൽ ചെയ്ത പ്രതിഫലമാണ് ആ ഒരൊറ്റ രാത്രി. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറയണം, വമൻ സ്വാമ ഈമാനൻ വഹ്തിസാബൻ, ഈമാനോടുകൂടി പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് വിശ്വാസിയായിക്കൊണ്ട് ആരെങ്കിലും നോമ്പ് അനുഷ്ഠിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, നമ്മുടെ പാപങ്ങൾ, മുൻ കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും. അപ്പൊ നമ്മുടെ പാപം പൊറുക്കപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുക. അതുകൊണ്ട് വിശ്വാസത്തോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി നമസ്കരിച്ചാൽ, രാത്രി നമസ്കരിച്ചാൽ, ഫർള് നിസ്കരിച്ചാൽ, സുന്നത്ത് നിസ്കരിച്ചാൽ, നോമ്പ് നോറ്റാൽ അവന്റെ മുൻ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടും. എത്ര വലിയ ഓഫറാണ്! ഫർളായി ജമാഅത്തായിട്ട്, ഫർള് നിസ്കാരം ജമാഅത്തായിട്ട് പള്ളി വന്ന് നിസ്കരിക്കുമ്പോ 27 ഇരട്ടി പ്രതിഫലം ഉണ്ടെങ്കിൽ റമദാനിൽ അതിനേക്കാൾ എത്രയോ ഇരട്ടി പ്രതിഫലം. ഈ റമദാനിൽ മാത്രമുള്ള ഓഫറാണ്. അള്ളാഹു നമുക്ക് നൽകിയ ഔദാര്യമാണ്, അള്ളാഹു നമുക്ക് നൽകിയ സമ്മാനമാണ് റമദാൻ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, എന്തിനാണ് റമദാൻ? റമദാനിന്റെ ഏറ്റവും വലിയ സവിശേഷത ശഹ്റു റമദാനുല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് വബയ്യിനാത് മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്ർ ഫല്യസ്മുഹു. നമുക്കൊക്കെ അറിയാം, വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട, അവതരണം ആരംഭിച്ച മാസമാണ് റമദാൻ. ഖുർആനിന്റെ മാസമാണ് റമദാൻ. അതുകൊണ്ട് ഖുർആനിൽ നിന്നുള്ള ഒരു ഹർഫ് നമ്മൾ പാരായണം ചെയ്താൽ അതിന് 10 പുണ്യമുണ്ട്. 3 ഹർഫ് അലിഫ് ലാം മീം, 3 ഹർഫാണ് അലിഫ് ലാം മീം. അത് നമ്മൾ ചൊല്ലിയാൽ 30 പുണ്യമുണ്ട്. അതുകൊണ്ട് വിശുദ്ധ റമദാനിന്റെ ഏറ്റവും വലിയ സവിശേഷത തദബ്ബുറോടുകൂടി, തഫക്കുറോടുകൂടി, ഉറ്റാലോചിച്ചുകൊണ്ട് ധാരാളമായിട്ട് ഖുർആൻ പാരായണം ചെയ്യാൻ നിങ്ങൾ സമയം കണ്ടെത്തണം. ഈ നോമ്പ് നോൽക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു പറയാണ്, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. നമ്മെ പട്ടിണിക്കിടുന്നത് മുഖേന അള്ളാഹു നമ്മളെ പ്രയാസപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. പ്രത്യക്ഷത്തിൽ നമ്മൾ എന്നാ മനസ്സിലാക്കുന്നത്? ഇടങ്ങറാക്കുകയാണ്. ഒരിക്കലും ഇടങ്ങറാക്കലല്ല. രോഗം ബാധിച്ച ആളുകളോട് പ്രകൃതിയുടെ ഡോക്ടർമാരുണ്ട്, പ്രകൃതി ചികിത്സ എന്നൊരു ചികിത്സ ഉണ്ട്. ആ ചികിത്സയിൽ കാര്യമായിട്ട് പറയുന്ന സംഗതി ഉപവാസമാണ്. ഉപവസിക്കാരുടെ പട്ടിണിക്കിട അധിക രോഗങ്ങൾ ഉണ്ടാവാനുള്ള ബേസിക് റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വയറാണ്. ഒരു സംശയമില്ല. പട്ടിണി കിട്ടാൻ തന്നെ പല രോഗവും ശരിയാവും. തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും നോമ്പനുഷ്ഠിക്കാൻ സുന്നത്താക്കിയിട്ടുള്ളത് നമ്മുടെ ഉദരം, നമ്മുടെ വയറ് നന്നാവാനും അള്ളാഹിനെ സൂക്ഷിക്കാനും വേണ്ടി തന്നെയാണ്. നമ്മളോട് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. റമദാൻ ഒഴിച്ചുള്ള ഇപ്പൊ മുഹറം മാസത്തിലുള്ള നോമ്പ്, അറഫാ ദിനത്തിലുള്ള നോമ്പ്, അയ്യാമുൽ ബീവിലുള്ള നോമ്പ്, അറബി മാസത്തിലെ 13, 14, 15 ദിവസങ്ങളിൽ നോമ്പ്. ഈ നോമ്പൊക്കെ അനുഷ്ഠിക്കുമ്പോൾ ഒരാളുടെ ഹെൽത്ത്, അയാളുടെ ആരോഗ്യം സമ്പൂർണ്ണമാകും. ഭൗതിക ജീവിതത്തിൽ കിട്ടുന്ന നേട്ടമാണ്. ഭക്ഷണം കുറയ്ക്കുന്നതിനനുസരിച്ച് ഒരാളുടെ ആരോഗ്യത്തിന്റെ മൈലേജ് കൂടും. അപ്പൊ 1 മാസക്കാലം ഭക്ഷണത്തിൽ നിയന്ത്രണം വരുത്താൻ സഹോദരന്മാരെ നമുക്ക് സാധിക്കണം. നമ്മൾ റെയിൽവേ ഗേറ്റ് തുറന്നിട്ട മാതിരിയാണ് റമദാനിൽ നോമ്പട് നോറ്റ് തുറക്കണ നേരത്തെ. ഞാൻ പറഞ്ഞ ഉദാഹരണങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. കോഴിക്കോട് നഗരത്തിലൊക്കെ റെയിൽവേ ഗേറ്റ് തുറക്കുമ്പോണ്ട് വാഹനം ഒരു തള്ളിക്കയറ്റം. ഇതുവരെ പട്ടിണി കിടന്ന എല്ലാം കൂടി എന്തൊക്കെ തിന്നണ്, യാതൊരു ലക്കും ലഗാനും ഇല്ലാതെ. എന്നിട്ട് പിന്നെ തറാവി നിസ്കരിക്കാൻ അവനക്ക് പറ്റില്ല, കാരണം മൂക്കിന്റെ ഉള്ളിൽ കൂടി പുറത്തേക്ക് വരുന്നുണ്ടോ.
തീർന്നിട്ട് അങ്ങോട്ട് ലക്കുലകാനില്ലാതെ അതൊക്കെ നമ്മൾ ഒഴിവാക്കുക. നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുക. ഇച്ഛയെ നിയന്ത്രിക്കാനാണ് നോമ്പ്. ഭാര്യ അനുവാദമുള്ള ആളാണ്, ക്ഷയിക്കാൻ ഒന്നിച്ചു ജീവിക്കാൻ അനുവാദമുള്ള ഭാര്യ. പകൽ സമയത്ത് അനുവാദമല്ല, എന്റെ ഭാര്യയാണ്. ആ ഭാര്യയുമായിട്ടുള്ള സെക്സ്വൽ ഇന്റർകോഴ്സ് ഹറാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പകൽ സമയം ഹറാമാണ്. അപ്പൊ ഇച്ഛ നിയന്ത്രിക്കപ്പെടണം. ആത്മസംയമനം, സ്വബർ, ക്ഷമ, ത്യാഗമാണ് നോമ്പ്. റമളാനിലാണ് ബദർ യുദ്ധം നടന്നത്. എന്തിനായിരിക്കും? വിശ്വാസികളുടെ വിശ്വാസത്തെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹ് കൊടുത്ത ഓഫറാണ്. റമളാനിൽ യുദ്ധം ചെയ്യാൻ, ജിഹാദ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? ത്യാഗമാണ് നോമ്പ്. സ്നേഹവും ഐക്യവുമാണ്. റമളാനോടുകൂടി നമ്മൾ സ്നേഹം വർദ്ധിക്കുകയാണ്. കാരണം പട്ടിണി കിടക്കുമ്പോൾ നമുക്ക് ബോധ്യമാവാണ്, പട്ടിണി കിടക്കുന്ന ഒരുപാട് പാവങ്ങൾ നമ്മുടെ ചുറ്റുപാടുണ്ട്. അവനെ ഊട്ടേണ്ടത്, അവന് ഭക്ഷണം കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. സമ്പന്നന്റെ വീട്ടിൽ ഭക്ഷണം ഇല്ലാത്തതുകൊണ്ടല്ലോ കഴിക്കാതിരിക്കുന്നത്. ഭക്ഷണമുണ്ട്, കഴിക്കാതിരിക്കുന്നു, ബോധ്യപ്പെടുകയാണ്. അപ്പൊ ഐക്യപ്പെടുന്നു. സ്നേഹം, സാഹോദര്യം, ഇണക്കം, പാവപ്പെട്ടവരുടെ അവസ്ഥ മനസ്സിലാക്കൽ. ഇതിനുള്ള അവസ്ഥ ഇന്നില്ല. അപ്പൊ നോമ്പിന്റെ കാലാവുമ്പോ ദാനധർമ്മങ്ങൾ ധാരാളമായിട്ട് ഹറമിലൊക്കെ പോയാൽ നമുക്ക് കാണാൻ സാധിക്കും. സമ്പന്നരും സാധാരണക്കാരുമായിട്ടുള്ള ആളുകൾ ഇഷ്ടംപോലെ കൊടുക്കണം. കൊടുക്കുന്നതിനനുസരിച്ച് വാരിക്കൂട്ടണം. ഏറ്റവും കൂടുതൽ ദാനധർമ്മങ്ങൾ നടക്കപ്പെടുന്ന മാസം, മുസ്ലിം ലോകം മൊത്തമായി ഉണരുന്ന മാസം റമളാനാണ്. ആ മാസമാണ് വരാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള പൈസ ഹലാലായ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കണം. സഹോദരന്മാരെ, ദാനധർമ്മം വർദ്ധിപ്പിക്കണം. അതാണ് റമളാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു കൊടുങ്കാറ്റ് പോലെ ഉദാരനായിരുന്ന, ധാരാളമായി നൽകിയിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. റമളാനിൽ ഔദാര്യം വർദ്ധിപ്പിക്കുക, ബന്ധം നന്നാക്കുക ഏറ്റവും വലിയ സംഗതിയാണ്. പിണങ്ങി നിൽക്കുന്ന ആളുകൾ പിണക്കം നന്നാക്കുക. അള്ളാഹിനോടുള്ള ബന്ധം നന്നാക്കുന്നതിന് മുമ്പ് സൃഷ്ടികളുമായിട്ടുള്ള, കുടുംബങ്ങളുമായിട്ടുള്ള പിണക്കങ്ങൾ നന്നാക്കാൻ നമ്മൾ തയ്യാറാവണം. നനച്ചൂളൊക്കെ ഏകദേശം കഴിഞ്ഞല്ലോ അല്ലേ? പെരന്റെ ഓരോ മുക്കും മൂലയും ക്ലീൻ ചെയ്യാനുള്ള തകൃതിയിലാണ് സ്ത്രീകളൊക്കെ. എന്താണെന്നറിയോ? മനസ്സാണ് ആദ്യം ക്ലീൻ ചെയ്യുന്നത്. പക, വിദ്വേഷം, അസൂയ, ഇതൊക്കെ ഹൃദയത്തിന്റെ ഉള്ളിൽ രോഗങ്ങളായിട്ടുണ്ട്. അതൊക്കെ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കണം എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. ഖദ് അഫ്ലഹ മൻ ദക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. തീർച്ചയായും ആത്മാവിനെ പരിശുദ്ധമാക്കിയവൻ ഭാഗ്യം പ്രാപിച്ചു. ഇവിടെ തറ മനസ്സാണ്. ആത്മാവാണ് ശുദ്ധീകരിക്കപ്പെടേണ്ടത്. നല്ല ഡ്രസ്സുണ്ട്, നമുക്ക് നല്ല വീടുണ്ട്, നല്ല വാഹനമുണ്ട് അല്ലേ? ഒരുപാട് ആളുകൾ വല്ലാതെ പരാതിപ്പെടുന്ന വിഷയം എന്താ? എല്ലാ ഭൗതിക സൗകര്യങ്ങളും ഉണ്ട്, നല്ല ഭക്ഷണമുണ്ട്, നല്ല വീടുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ മനസ്സമാധാനമില്ല. കാരണം എന്താണ്? മനസ്സ് ശുദ്ധീകരിക്കപ്പെടുന്നില്ല. മനസ്സ് ശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ കണ്ണ് ശുദ്ധീകരിക്കണം, കാത് ശുദ്ധീകരിക്കണം, കൈ ശുദ്ധീകരിക്കണം, നാവ് ശുദ്ധീകരിക്കണം. ഇതൊക്കെ ഈ ശുദ്ധീകരണം നടക്കുന്ന മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഹൃദയത്തെ സംസ്കരിച്ചവൻ വിജയിച്ചിരിക്കുന്നു. വഖദ് ഖാബ മൻ ദസ്സാഹ. ആ മനസ്സിനെ ആരാണോ കളങ്കപ്പെടുത്തിയത് അവൻ തീർച്ചയായും നിർഭാഗ്യമടയുകയും ചെയ്തു. ഏറ്റവും വലിയ ദൗർഭാഗ്യവാൻ മനസ്സിനെ ചീത്തയാക്കിയവൻ.
അപ്പൊ മനസ്സ് നന്നാക്കാനുള്ള വഴി എന്താണ്? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയണം നിങ്ങൾ, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണയിൽ കൂടി മാത്രമാണ് മനസ്സ് ശാന്തി വൽക്കരിക്കുന്നത്. അപ്പൊ ധാരാളമായിട്ട് അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ, അള്ളാഹുവോട് നിരന്തരം ദുആ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതിൽ കൂടി നമ്മുടെ മനസ്സിനെ സംസ്കരിക്കാൻ നമുക്ക് പറ്റും. ഭൗതികമായിട്ടുള്ള ലക്ഷ്യത്തിൽ നിന്ന് അള്ളാഹുവിന്റെ പരമമായ ലക്ഷ്യം, പരലോകത്തുള്ള സ്വർഗം, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യം നേടാൻ വേണ്ടി നമ്മൾ ഇബാദത്തുകളിൽ വ്യാപൃതരാവുക. ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന യുഖാതിലൂന ഫീ സബീലില്ലാഹ് ഫയഖ്തുലൂൻ വയുഖ്തലൂൻ. സൂറത്ത് തൗബ 111 വചനം കേട്ടു നോക്കൂ. എന്താ ഖുർആൻ പറയുന്നത്? തീർച്ചയായും സത്യവിശ്വാസികളുടെ പക്കൽ നിന്ന് അവർക്ക് സ്വർഗം ഉണ്ടായിരിക്കുക എന്നതിന് പകരമായി അവരുടെ ദേഹങ്ങളും അവരുടെ ധനവും അള്ളാഹു വാങ്ങിയിരിക്കുന്നു. എന്തൊരു പ്രയോഗമാണ് സഹോദരന്മാരെ. നമ്മൾ സെൽഫിഷ് ആവാതിരിക്കുക. ഇന്ന് സ്വന്തം കാര്യം ചിന്താബാദ് എന്നുള്ള ചിന്തയാണ് കൂടുതലുള്ളത്. അള്ള പറയുന്നത് നിങ്ങളുടെ ശരീരം നിങ്ങളുടേതല്ല എന്നാണ്. മൈ ബോഡി ഈസ് മൈ റൈറ്റ്. നിങ്ങളിങ്ങനെ കേൾക്കുന്ന ഒരു സാധനമാണ് മൈ ബോഡി മൈ റൈറ്റ്. ഇപ്പത്തെ ലിബറൽ തോട്ട് അതാണ്. എന്റെ ശരീരം എന്റേതാണ്, എന്റെ ശരീരം എന്റേതാണെന്ന് പറയാനുള്ള ആരോഗ്യം അള്ള തന്നതല്ലേ. സഹോദരന്മാരെ, സത്യവിശ്വാസികളുടെ ശരീരത്തെ, ദേഹത്തെ, അവരുടെ ധനം, ഇതൊക്കെ അള്ള വാങ്ങിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ശരീരം ഉപയോഗിക്കണം, നാവിനെ ഉപയോഗിക്കണം, കണ്ണിനെ ഉപയോഗിക്കണം, മനസ്സിനെ ഉപയോഗിക്കണം, സമ്പത്ത് ഉപയോഗിക്കണം, മക്കളെ ഉപയോഗിക്കണം എന്ന് പറയുമ്പോ അതൊക്കെ വെറുതെ ഉപയോഗിക്കാനല്ല പറയുന്നത്. അതൊക്കെ ഉപയോഗിച്ചാൽ സ്വർഗം തരാം. ഓഫറാണ്. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കച്ചവടം. ഇന്ന് രാവിലെ ഒരു സഹോദരൻ വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്. ഞാൻ വലിയ ആലിമാന്ന് വിചാരിച്ചിട്ട് ആ സാധുവിനോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വിവരമില്ല. ഞാൻ വിവരമുള്ള ഒരാളോട് ചോദിച്ചു, എന്താ വിഷയം എന്നറിയോ? റമദാനിലുള്ള കച്ചവടം, പ്രത്യേകിച്ച് കൂൾബാറും ഹോട്ടലും ഒക്കെ നടത്തുന്ന കാര്യം. വേറെ നിവൃത്തില്ല, വാടക കൊടുക്കണം, ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കണം, ഞാൻ എന്താ ചെയ്യാ? വേറെ നിവൃത്തിയില്ല. പറ്റുമോ? ഇപ്പോ പണ്ഡിതനായ ഒരു വലിയ വ്യക്തിത്വത്തോട് അത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഏറ്റവും അഭികാമ്യം അത് ഒഴിവാക്കുക എന്നതാണ്. കാരണം പവിത്രമായ ഒരു മാസം, ആ ഒരൊറ്റ മാസമാണ്. 11 മാസം കച്ചവടം ചെയ്യുക, ഹലാലായ കച്ചവടം ചെയ്യുക, റമദാനിന്റെ രാത്രിയിൽ കച്ചവടം ചെയ്യുക, ഒരു കുഴപ്പമില്ല. പകൽ സമയം അവൈലബിലിറ്റി ഉണ്ടാവുമ്പോ, എന്താ അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ സാർവത്രികമായി ഭക്ഷണങ്ങളും പാനീയങ്ങളും ഇങ്ങനെ എല്ലായിടത്തും ഉണ്ടാവുമ്പോ ആളുകൾക്കൊക്കെ നോമ്പൊന്ന് മുറിച്ച് അതിലേക്ക് പോവാനുള്ള സാധ്യത കൂടുതലാണ്. അത് നമ്മൾ ഉണ്ടാക്കണ്ട, ആരെങ്കിലുമൊക്കെ ചെയ്തോട്ടെ. ഞാൻ പറഞ്ഞത് മനസ്സിലാവുണ്ടാവും. അതുകൊണ്ട് സഹോദരന്മാരെ, അപ്പൊ ഇതൊക്കെ ഈ കച്ചവടം നമ്മൾ ഒരു മാസം നിർത്തുമ്പോ എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹ് എനിക്ക് സ്വർഗം തരാൻ വേണ്ടി, അള്ളാഹിന്റെ നിയമം പാലിക്കാൻ ഞാൻ സന്നദ്ധമാണ്. അതുകൊണ്ട് ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കലല്ല നോമ്പ്. കളവ് പറയുന്നതിൽ നിന്നും മോശപ്പെട്ട സംസാരങ്ങളിൽ നിന്നും നാവിനെ നമ്മൾ വിലക്കേണ്ടതുണ്ട്. കണ്ണുകളെ, കാതുകളെ പാപങ്ങളിൽ നിന്ന് തടയണം. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ജാഗ്രത പുലർത്തുക. ഇൻസ്റ്റാഗ്രാമിലാണ് നമ്മൾ, വാട്സപ്പിലാണ് നമ്മൾ, യൂട്യൂബിലാണ് നമ്മൾ. കിട്ടിയ വാർത്തകൾ നിജസ്ഥിതി അറിയാതെ ഫോർവേഡ് ചെയ്യാതിരിക്കുക. വല്ലാത്തൊരു പോയിന്റാണ് ഞാൻ പറയുന്നത്. കിട്ടുന്നതൊക്കെ അങ്ങോട്ട് ഫോർവേഡ് ചെയ്യാം. കൂടുതൽ കിട്ടുന്ന കാര്യങ്ങൾ മോശപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ഫിൽട്ടർ ചെയ്യുക. ചണ്ടിയോടുകൂടി നമ്മളാരും ചായ കുടിക്കുകയില്ല സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുമ്പോൾ. ചാറ്റ് റൂമുകൾ വളരെ സജീവമാണ്. അന്യ സ്ത്രീകളുമായി സല്ലപിക്കുന്ന, ചാറ്റ് ചെയ്യുന്ന, വ്യഭിചാരത്തിൽ ഏർപ്പെടുന്ന അവസ്ഥ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു. അവിടെ കണ്ണിനെയും കാതിനെയും നാവിനെയും നിയന്ത്രിക്കാൻ അന്യ സ്ത്രീകളോടും അന്യ പുരുഷന്മാരുമായിട്ടുള്ള സൗഹൃദങ്ങൾ കരുതണം. ഫോൺ എഡിക്റ്റഡായിട്ടുള്ള യുവാക്കൾ, ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം, ലൈംഗികമായ അരാജകത്വത്തിലേക്ക് പോയിട്ടുള്ള യുവാക്കൾ, ചെറുപ്പക്കാരികൾ, തിന്മ അവസാനിപ്പിക്കാൻ വേണ്ടി റമദാനിനെ സജ്ജമാക്കുക.
മാതാപിതാക്കളോട് നമുക്ക് കടമുണ്ട് സഹോദരന്മാരെ. അവർ പാവങ്ങളാണ്, അവർ പ്രായാധിക്യത്തിലാണ്. അവരെ നമ്മൾ സാന്ത്വനിപ്പിക്കാനും അവരെ കെയർ ചെയ്യാനും നമുക്ക് സമയം വേണം. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഭാര്യയുമായിട്ടുള്ള ലൈംഗിക ബന്ധം പകൽ സമയത്ത് അനുവാദമല്ല, ഭക്ഷണം കഴിക്കൽ അനുവാദമല്ല, ചീത്ത സംസാരം അനുവാദമില്ല. നോമ്പിന്റെ നിയ്യത്ത് അത് മനസ്സ് കരുതിയാൽ മതി, വിളിച്ച് പറയേണ്ട ആവശ്യമില്ല. അത്തായം എന്നുള്ളത് ബർക്കത്താണ്. എപ്പോഴാ അത്തായം കഴിക്കേണ്ടത്? അതിന്റെ സമയത്തെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാൻ പറ്റും. 50 ആയത്ത് ഓതുന്ന സമയത്തിന് മുമ്പ് അത്താഴം കഴിക്കുക. 2 മണിക്കും 3 മണിക്കൊന്നുമല്ല, സുബഹിന്റെ മുമ്പ് 50 ആയത്ത് ഓതാനുള്ള ഗ്യാപ്പ് അവിടെ വേണം. മഗ്രിബ് ബാങ്ക് അല്ലേ, ഈ മഗ്രിബ് ബാങ്ക് കൊടുക്കുമ്പോൾ നോമ്പ് തുറക്കാമല്ല, സമയമാവുമ്പോൾ നോമ്പ് തുറക്കുക. ആ നോമ്പ് തുറക്ക് വേണ്ടി ധൃതി കാണിക്കും. ഇപ്പോ ഇന്നത്തെ സമയം നമുക്കറിയാം, മഗ്രിബിന്റെ ബാങ്ക് കൊടുക്കുന്നത് 6:37 6:37 ബാങ്ക് കൊടുക്കുമ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും, 6:42 ആയിക്കോട്ടെ, ഓവർ സൂക്ഷ്മത പറയാത്തല്ലേ ചെയ്യുള്ളൂ. അള്ളാന്റെ റസൂൽ ഇതൊക്കെ കണ്ടിട്ടാവും തസഹറു ഫഇന്ന ഫിസ്സുഹൂരി ബർക എന്ന് പഠിപ്പിച്ചത്. ലാ യസാലു നാസ് ബിഖൈരിൻ മാ അജ്ജലു അൽഫിത്ർ എന്ന് പഠിപ്പിച്ചു. അത്തായം കഴിക്കുന്നതിൽ ബർക്കത്തുണ്ട്, നോമ്പ് തുറക്കുന്നതിൽ ധൃതി കാണിക്കുന്നതിൽ ബർക്കത്തുണ്ട്. ഇത് രണ്ടിലും ബർക്കത്തുണ്ട്. ആ ബർക്കത്തുള്ള ഒഴിവാക്കരുത്. ആ മറ്റേ പള്ളിയിൽ ബാങ്ക് കൊടുക്കട്ടെ, മറ്റേ പള്ളിയിലെ ബാങ്കല്ല. എവിടെ നോക്കേണ്ടത്? സമയമായിട്ടുണ്ടോ? ഈത്തപ്പായം കയ്യിലുണ്ടാവും, ഒറ്റയ്ക്ക് കഴിക്കുക. മറ്റേ ആള് കഴിച്ചിനോ കഴിച്ചില്ല നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് സുന്നത്ത് വിട്ടണോ? നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുക, സമയത്തിന് മുമ്പല്ലോ. ഇന്നിപ്പോ എല്ലാവർക്കും അറിയാം എപ്പോഴാണ് നോമ്പ് തുറക്കേണ്ട സമയം. സൂര്യൻ അസ്തമിക്കുന്ന സമയമാണത്. അത് നമ്മൾ ശ്രദ്ധിക്കുക സഹോദരന്മാരെ. ഈ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിതത്തെ നന്നാക്കി തീർക്കാനുള്ള മഹാഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. റമളാനിനെ സിഹത്തോടുകൂടി, റാഹത്തോടുകൂടി, ആഫിയത്തോടുകൂടി സ്വീകരിക്കാനും റമളാനിൽ മുഴുവൻ നോമ്പ് അനുഷ്ഠിക്കാനും ഏറ്റവും പുണ്യകരമായ ഉംറ നിർവഹിക്കാൻ സാധിക്കുന്ന ആളുകൾ ഉംറ നിർവഹിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഉംറ നിർവഹിക്കാൻ പോയിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾ, കുടുംബങ്ങളുണ്ട്. അവർക്കൊക്കെ അല്ലാഹു മഖ്ബൂലും മബ്റൂറുമായിട്ടുള്ള ഉംറ നിർവഹിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നിട്ടുള്ള പാപങ്ങൾ, തെറ്റുകൾ അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات توفنا مسلما والحقنا بالصالحين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا